തങ്ങളുടെ രാജ്യത്ത് ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്ത്. ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയോടാണ് ഇറാൻ ഈ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഇറാൻ പറയുന്നതനുസരിച്ച് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ആണവ പദ്ധതി നടക്കുന്നത് എന്നതാണ് ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ആണവായുധം ഉണ്ടാക്കാതിരിക്കാൻ ഇറാൻ ദീർഘനാളായി തന്നെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ആണവായുധമുള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്നാണ് ഇറാൻ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായി യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരുടെ ചർച്ച ജനീവയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രംഗത്തെത്തി. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ആണവ സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടാക്കിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കുന്നു. ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നടപടികൾ നിയമാനുസൃതമാണ് എന്ന് UN-ൽ ഇസ്രയേൽ അറിയിക്കുകയും അതുപോലെ തന്നെ പഴുതുകളില്ലാത്ത നിരീക്ഷണത്തിലൂടെ തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ കഴിയുമെന്നും ദീർഘകാല കരാറിലൂടെ സമാധാനം സാധ്യമാകും എന്നതും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഐക്യരാഷ്ട്രസഭയിൽ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നിർണായക നിലപാട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രയേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ ഇറാനെ തകർക്കാൻ ഏകദേശം 60 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രയേൽ സൈന്യം രംഗത്ത് വന്നിരുന്നു. അവർ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടതും. ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ആക്രമണമാണ് നടത്തിയത്. ഇറാന്റെ ആണവ താവളങ്ങൾ, അതുപോലെ പ്രതിരോധ മന്ത്രാലയം, മറ്റ് നിരവധി പ്രധാന താവളങ്ങൾ എന്നിവ നശിപ്പിച്ചതായും ഇസ്രയേൽ വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേൽ വ്യോമസേനയുടെ കണക്കനുസരിച്ച് ഇന്നലെ രാത്രി, അതായത് കഴിഞ്ഞ ദിവസം രാത്രി 60-ലധികം വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെഹ്റാനിലെ ഡസൻ കണക്കിന് സൈനിക താവളങ്ങളാണ് ആക്രമിച്ചതും. അതിൽ ഏകദേശം 120 ആത്യന്തിക വിനാശകരമായ ബോംബുകൾ ഭക്ഷിച്ചു. ഇതിനിടയിൽ ഇറാന്റെ മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ, എഞ്ചിനുകൾ, അതുപോലെ ഫാക്ടറികൾ, ഉൽപാദന സ്ഥലങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇസ്രയേൽ സൈന്യം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഇൻഡസ്ട്രിയൽ പവർ സെന്റർ ഓഫ് ന്യൂക്ലിയർ അഫയേഴ്സിന്റെ ഒരു ഭാഗത്തെയും സൈന്യം ലക്ഷ്യമിട്ടതായും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷിക്കായി നൂതന സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും ഗവേഷണത്തിനും വികസനത്തിനും ഉപയോഗിച്ചിരുന്ന ടെഹ്റാനിലെ സ്പാട്ട് ആസ്ഥാന കെട്ടിടവും ഇവർ ആക്രമിക്കപ്പെട്ടു. ഇതിനു പുറമെ തന്നെ രാത്രിയിൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച 4 ഡ്രോണുകൾ വ്യോമസേന വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം 8ാം ദിവസത്തിലേക്ക് നീളുമ്പോൾ പുതിയ ആയുധങ്ങളാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായ റിപ്പോർട്ടുകൾ റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്നും ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായില്ല. മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഉം 100ഉം ബോംബുകളായി പതിക്കുന്നു എന്നതാണ് ക്ലസ്റ്റർ ബോംബിന്റെ പ്രത്യേകതയായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.